ഇടത് സർക്കാർ വെറും വാക്ക് പറയാറില്ല. വയനാട് ടൗൺഷിപ്പ് പൂർത്തീകരിച്ചതിന് പിന്നാലെ ആ നാടിന്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള തുരങ്കപാത കൂടി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ നിർണായക ഘട്ടം കൂടി പിന്നിടാൻ പോവുകയാണ്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്നാണ് വി.ഡി. സതീശന്റെ ആക്ഷേപം. ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ട് അത് വെച്ച് വിസ്മയം കാട്ടുന്ന പ്രവർത്തനവും നോക്കണേ. ഒരു നാട് കഴിഞ്ഞ കുറെ കാലമായി ചുരമെന്ന ഒറ്റ റോഡിൽ കിടന്ന് ഗതാഗതത്തിൽ ശ്വാസം മുട്ടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് സർക്കാർ തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ച് ഒരു ദിവസം പോലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആ തുരങ്കപാതയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിടാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിട്ടിട്ടുണ്ട്. നാട് കേൾക്കേണ്ട. വയനാടിന്റെ ചിരകാല സ്വപ്നമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 6-ാം തീയതി ആനക്കാംപൊയിൽ ഭാഗത്ത് പാറ തുരക്കലിനായുള്ള ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്യും. പരിസ്ഥിതി വനം വകുപ്പുകളുടെ അനുമതികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കടമ്പകൾ അതിവേഗം പൂർത്തിയാക്കിയാണ് നാം ഈ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കിഫ്ബിയിലൂടെ 2143 കോടി രൂപ വകയിരുത്തിയാണ് 8.735 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ 4 വരി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നത്. ഇത് കേവലമായൊരു റോഡ് മാത്രമല്ല, മലബാർ മേഖലയുടെ സാമ്പത്തിക, കാർഷിക, ആരോഗ്യ രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ജീവനാഡിയാണ്. വികസന പദ്ധതികളെ അസാധ്യമെന്ന് എഴുതിത്തള്ളിയ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു. വൻകിട പദ്ധതികൾ സ്വപ്നം കാണാൻ പോലും മടിച്ചിരുന്ന ആ നാളുകളിൽ നിന്നാണ് നിശ്ചയദാർഢ്യത്തോടെ കേരളം ഇന്ന് മുന്നേറുന്നത്. കൃത്യമായ ആസൂത്രണവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കുമെന്ന് LDF സർക്കാർ വീണ്ടും തെളിയിക്കുകയാണ്. സർവതല സ്പർശിയായ വികസനം ലക്ഷ്യമാക്കിയുള്ള നവകേരള നിർമ്മിതിയിലേക്കുള്ള നമ്മുടെ ഉറച്ച ചുവടുവെപ്പുകളിൽ ഒന്നാണിത്. നാടിന്റെ പുരോഗതിക്കും വികസനത്തിനുമായി ഒരു മനസ്സോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ നാടിന്റെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ തുരങ്കപാത ഉണ്ടാക്കിയിരിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിയത്. ആ ആശയം നടപ്പാക്കുന്ന സന്ദർഭത്തിൽ തുരങ്കപാതയെ ഞങ്ങൾ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തെയും മറികടന്നുകൊണ്ട് ആ തുരങ്കപാതയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം സർക്കാർ പിന്നിടുകയാണ്. അത് പാറ തുറക്കാൻ വേണ്ടിയുള്ള ബ്ലാസ്റ്റിംഗ് നടത്താൻ പോവുകയാണ്. അതോടുകൂടി പദ്ധതിയുടെ ഒരു നിർണായക ഘട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഈ വിഷയത്തിലും വാക്കാണ് നൽകിയത്. അതിൽ ആക്ഷേപം ചൊരിയുന്നവരുണ്ട്. ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും മറികടന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാട് തിരിച്ചറിയണം. പറഞ്ഞിട്ടുണ്ടോ അത് ഉറപ്പായും ചെയ്തിട്ടുണ്ടാകുമെന്നതിൻ്റെ മറ്റൊരു തെളിവ്.